കരിമണലിൽ വീര്യം കുറഞ്ഞ മദ്യത്തിൽ എന്തെല്ലാം നിലപാടുകൾ തോന്നിയ പോലെ വി.ഡി. സതീശൻ ഈ നാട്ടിൽ ബഡ്ജറ്റ് എന്ന് പറയുന്ന ഒരൊറ്റ ഹാൻഡിലിൽ നിന്നുകൊണ്ട് പറഞ്ഞിട്ടുണ്ടോ? അത് മുഴുവനും തോന്നും പോലെ ഉപയോഗിക്കാൻ നിങ്ങളുടെ തറവാട്ട് സ്വത്തല്ല ഈ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറഞ്ഞതാരാ? ഏതെങ്കിലും പ്രതിപക്ഷ നേതാവാണോ? പ്രതിപക്ഷ സംഘടനകളിൽ നിന്നുള്ളവരാണോ? കെ രാജനാണോ CPയുടെ? അല്ല, സാക്ഷാൽ KC വേണുഗോപാൽ. കേരളത്തിന്റെ സംഘടനാകാര്യ ചുമതലയുള്ള ഇന്ത്യയിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഏറ്റവും വലിയ സ്വീകാര്യ മുഖമാണെന്ന് കോൺഗ്രസുകാർ തന്നെ കൊട്ടിഘോഷിക്കുന്ന KC വേണുഗോപാൽ ഇന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ നിന്ന് പറഞ്ഞിട്ട് അവസാനം KC ഒരു കാര്യം കൂടി പറഞ്ഞു വെച്ചു. പോരെ, ഇന്നത്തേക്ക് ഇത്രയും പോരെ, എന്തിനാണ് എന്നെ കൊണ്ട് നിങ്ങൾ ഇനി കൂടുതൽ പറയിപ്പിക്കുന്നതെന്ന്. വി.ഡി. സതീശനെതിരെ ഒളിയമ്പല്ല ഇന്ന് KC തൊടുത്തുവിട്ടത്. ശക്തമായ അടച്ചാക്ഷേപിക്കൽ. ഈ സർക്കാരിന് അങ്ങോട്ട് ഭൂരിപക്ഷം കിട്ടി, അങ്ങോട്ട് ജനഹിതം ആളുകൾ നോക്കി. വി.ഡി. ഒരു പൂക്കി മുഖ്യമന്ത്രി ആയപ്പോഴേക്കും എന്ത് തോന്നിവാസവും ചെയ്യാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ കടക്കുപുറത്തെന്ന രാഷ്ട്രീയ ഡയലോഗിലേക്കാണ് KC ഇന്ന് കടന്നുപോയത് എന്നുള്ളതാണ്. KC ആ പറഞ്ഞതിനകത്ത് എല്ലാം ഉണ്ട്. കോൺഗ്രസുകാർ ഇത് ഏറ്റുപിടിക്കും, ഇതിനകത്ത് ഭിന്ന അഭിപ്രായമുള്ളവർ മുഴുവനും ഇത് ഏറ്റുപിടിക്കും എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പകൽ, അത് വലിയ ചർച്ചകളിലേക്ക് കടന്നുപോയി എന്നുള്ളതാണ്. VM സുധീരൻ പറഞ്ഞത് എന്താ? കരിമണൽ ഖനനത്തിലും വീര്യം കുറഞ്ഞ മദ്യത്തിലും ബഡ്ജറ്റിൽ പറഞ്ഞ നിലപാടിൽ നിന്ന് പുനഃപരിശോധന വേണം, 2 നിർദ്ദേശങ്ങളും പിൻവലിക്കണമെന്ന് സതീശൻ എഴുതി VM സുധീരൻ എന്നുള്ളതാണ്. അതുപോലെ തന്നെ എത്ര പേരാണ് ഇതിനകത്ത് എതിരഭിപ്രായവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് എന്നുള്ളത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയോട് ഇന്ന് ചോദിച്ചു ബഡ്ജറ്റിനെ കുറിച്ച് എല്ലാം അറിയാവുന്നത് മുഖ്യമന്ത്രിക്കാണ്, ധനകാര്യമന്ത്രിക്കാണ്. നിങ്ങൾക്കറിയില്ലേ, കോൺഫിഡൻഷ്യാലിറ്റി എക്സ്ട്രീം ലെവലിലുള്ള ഒരു ഡോക്യുമെന്റ് ആണ് ബഡ്ജറ്റ്. അതങ്ങനെ വെറുതെ പറയാൻ കഴിയില്ല. അല്ല, താങ്കൾ ആഭ്യന്തരമന്ത്രിയാണല്ലോ, താങ്കൾ ആഭ്യന്തരമന്ത്രിയല്ലേ, താങ്കൾ സുഹൃത്തുക്കളല്ലേ, നിങ്ങൾ വളരെ അധികായകന്മാരായ 2 നേതാക്കളല്ലേ, നിങ്ങൾ ഏതെങ്കിലും സ്വകാര്യ സംഭാഷണത്തിൽ ഒന്ന് സംസാരിക്കില്ലേ മന്ത്രി? ഇല്ലില്ല, അതെല്ലാം ധനമന്ത്രിയിലേക്ക് നിങ്ങൾ വിട്ടേക്കൂ, ആ ചോദ്യം വിട്ടേക്കൂ. പക്ക വെയിലത്ത് നഗ്നനായി ഉടുതുണിയില്ലാതെ വി.ഡി. സതീശൻ നിൽക്കുന്നു എന്നുള്ളതാണ്. എന്ത് തേങ്ങയാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ഇവിടെ വലിയ നിലപാടിന്റെ രാജകുമാരനായി നിൽക്കുമ്പോ, പ്രതിപക്ഷ നേതാവായിരുന്നപ്പോ ഈ നാട്ടിൽ പറഞ്ഞത് മുഴുവനും ഇരുട്ടി വെളുത്തപ്പോൾ മാറ്റി പറയുന്നു എന്ന് മാത്രമല്ല, മാറ്റി പറഞ്ഞെടുക്കുന്ന തീരുമാനങ്ങളിൽ പോലും സ്വന്തം കക്ഷിയുടെ ഒരു അനുകൂല സമീപനം പോലും കിട്ടാനാവാതെ ഒരു പൂക്കി മിനിസ്റ്റർ, ഒരു പൂക്കി മുഖ്യമന്ത്രി എന്നുള്ളത് 100% പരാജയമായി മാറിയതിന് ഇതിനും വലിയ ഉദാഹരണം എന്ത് വേണം? KC വേണുഗോപാൽ ഏറ്റവും കൂടുതൽ മൃദു സമീപനത്തിലൂടെ ആഭ്യന്തരമന്ത്രിയാക്കി ഒതുക്കി നിർത്തി എന്ന് കരുതുന്ന ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന രമേശ് ചെന്നിത്തല ഇപ്പോഴും എല്ലാവരും സ്വീകാര്യ ശബ്ദമായി കാണുന്ന VM സുധീരൻ, ഇങ്ങനെ എല്ലാവരും ഒറ്റപ്പെടുത്തിയ വി.ഡി. സതീശൻ.